KL ബ്രോ ബിജു ഋത്വിക് എന്ന ചാനൽ അറിയാത്ത മലയാളികളില്ല. ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ 50 മില്യൺ പ്ലേ ബട്ടൺ സ്വന്തമാക്കിയ ആദ്യത്തെ യൂട്യൂബർ ഫാമിലിയാണ് ഈ കണ്ണൂർക്കാരുടേത്. ഒരു കണ്ണൂർക്കാരനും ഒരു കന്നഡക്കാരിയും അവരുടെ കുടുംബവും എന്ന രീതിയിലാണ് മലയാളികൾക്ക് ഇവരെ ഏറെ പരിചയം. മലയാളികൾക്ക് വളരെ അഭിമാനമായ ഒരു നേട്ടമാണിത്. വളരെ സാധാരണ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ആദ്യമൊക്കെ ചെറിയ ഷോർട്സ് വീഡിയോയിലൂടെ തുടങ്ങിയ ഈ കുടുംബത്തിന്റെ ജൈത്യയാത്ര വളരെ ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ടാണ് ഇന്നിവിടെ ഈ ഒരു നേട്ടത്തിലെത്തി നിൽക്കുന്നത്. നിലവിൽ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ ആളുകൾ കാണുന്ന ഈ കുടുംബം പക്ഷെ വളരെ എളിമയിലാണ് ഇപ്പോഴും ജീവിക്കുന്നത്. ടോം ആൻഡ് ജെറി മാതൃകയിൽ ഇവർ ചെയ്യുന്ന ഓരോ വീഡിയോയ്ക്കും ലക്ഷക്കണക്കിന് പ്രേക്ഷകരാണ് വ്യൂവേഴ്സ് ആയിട്ടുള്ളത്. മലയാളികളുടെ പ്രിയപ്പെട്ട യൂട്യൂബ് ചാനലുകളായ കരിക്കിനെയും M4 ടെക്കിനെയും മറ്റു പല പ്രശസ്ത ചാനലുകളെയും പിന്തള്ളിക്കൊണ്ടാണ് ഈ നേട്ടം ഇവർ സ്വന്തമാക്കിയിരിക്കുന്നത്. നമുക്കറിയാം, സിൽവർ പ്ലേ ബട്ടണും ഗോൾഡൻ പ്ലേ ബട്ടണും ഒക്കെ കേരളത്തിൽ ഒരുപാട് പേര് സ്വന്തമാക്കിയിട്ടുണ്ട്. പക്ഷേ 50 മില്യൺ, ഏകദേശം 5 കോടിയിലധികം സബ്സ്ക്രൈബേഴ്സ് വരുന്ന ഈ അമൂല്യ പ്ലേ ബട്ടൺ ഇന്ത്യയിൽ തന്നെ ആദ്യം ലഭിക്കുന്നത് ഇവർക്കാണ്. 100Kയിൽ കിട്ടുന്ന സിൽവർ പ്ലേ ബട്ടണേക്കാളും 1 മില്യണിൽ കിട്ടുന്ന ഗോൾഡൻ പ്ലേ ബട്ടണേക്കാളും 10 മില്യണിൽ കിട്ടുന്ന ഡയമണ്ട് പ്ലേ ബട്ടണേക്കാളും ഒക്കെ വളരെയധികം അമൂല്യമായതും സ്വപ്നതുല്യവുമാണ് ഈ 50 മില്യൺ പ്ലേ ബട്ടൺ. ഇവരെ സംബന്ധിച്ച് അടുത്ത കടമ്പ 100 മില്യൺ പ്ലേ ബട്ടൺ എന്ന പടിയാണ്. ടോം ആൻഡ് ജെറിയും ചാർലി ചാപ്ലിൻ സ്റ്റൈലിലൊക്കെ ഇവർ ചെയ്യുന്ന എല്ലാ വീഡിയോകൾക്കും ഇന്ത്യക്കകത്തും മറ്റ് വിദേശ രാജ്യങ്ങളിലും നിരവധി സബ്സ്ക്രൈബേഴ്സ് ആണുള്ളത്. ഭാഷയ്ക്ക് അതീതമായിട്ട് കണ്ടന്റുകൾ ചെയ്യുന്നതുകൊണ്ടാണ് ഇവർക്ക് ഇത്രയധികം പ്രേക്ഷകരെ നേടാനായത്. ഇവരുടെ വരുമാനത്തെ സംബന്ധിച്ചിട്ട് പല ചർച്ചകളും ഒരുപാട് യൂട്യൂബ് ചാനലുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. യൂട്യൂബ് വീഡിയോകളെക്കാൾ കൂടുതൽ വളരെ ചെറിയ ഷോർട്സ് മാത്രം ചെയ്യുന്നതിനാൽ വരുമാനം വളരെ കുറവാണ് എന്നൊക്കെയുള്ള തരത്തിലുള്ള ഒരുപാട് വീഡിയോ യൂട്യൂബിൽ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ മറ്റുള്ള ചാനലുകളെ അപേക്ഷിച്ച്, പ്രത്യേകിച്ചും സബ്സ്ക്രൈബേഴ്സിന്റെ ഈ ഹ്യൂജ് ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിന്റെ അടിസ്ഥാനത്തിൽ വളരെ മാന്യമായ, അല്ലെങ്കിൽ ഒരു സാധാരണ യൂട്യൂബറിന് ചിന്തിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ അവർക്ക് ലഭിക്കുന്നതിനേക്കാളും വളരെ ഇരട്ടി വരുമാനമാണ് ഇവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് യഥാർത്ഥ വസ്തുത. വളരെ നാളത്തെ ഇവരുടെ കഷ്ടപ്പാടിന്റെ ഫലമായിട്ടാണ് ഇവർക്ക് ഈ നേട്ടം കൈവരിക്കുന്നത്. ഇപ്പൊ ഒരു മലയാളി എന്ന നിലയിൽ നമുക്ക് ഇത് മാതൃകയാക്കാം. നമുക്ക് ഇവരെ ആശംസിക്കാം.